സർ ഇറങ്ങ ആരാ ഇറങ്ങാൻ ഇവിടെ ഞാൻ പിടിച്ചിട്ടുണ്ട് ഞാൻ പിടിച്ചിട്ടുണ്ട്. ഈ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായി. അത്ഭുതമില്ല, ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഏതൊരു ഭാര്യയും ഇങ്ങനെ നോക്കൂ. കാരണം ഇക്കാലത്ത് ഒരാൾക്കൊരു സഹായം ചെയ്താലേ അത് പാരയാവുമല്ലോ. ഇതാണോ സഹായം? ആദ്യം ഇദ്ദേഹത്തെ അകത്തേക്ക് എത്തിക്കാം. ഇതിങ്ങനെ ചുമന്നോണ്ടിരിക്കുന്നതേ ലേശം ബുദ്ധിമുട്ടാ. ഒന്ന് സഹായിക്കും മാഡം. മാഡം എന്താ ചോദിച്ചത്? ഇതാണോ സഹായം എന്നല്ലേ? ചോദ്യം ജനുവിനാ. കാരണം നേരത്തെ ഈ ഞാൻ തന്നെയാണല്ലോ സാറിനെ ഇതേ കണ്ടീഷനിൽ ഇവിടെ കൊണ്ടുവന്നത്. അപ്പൊ എന്നെ സംശയിക്കാൻ നല്ല ചാൻസ് ഉണ്ട്, ഭർത്താവിനെ കുടിപ്പിച്ച് കൊണ്ടുവന്നവൻ എന്ന്. പക്ഷേ മാഡം ഒന്ന് മനസ്സിലാക്കണം, എനിക്ക് ഈ രംഗം ഒഴിവാക്കായിരുന്നു. മാഡത്തിന്റെ ഈ സംശയദൃഷ്ടി മുൻകൂട്ടി കണ്ട് ഇദ്ദേഹത്തെ എവിടെയാണോ കണ്ടത് അവിടെ തന്നെ ഇട്ടിട്ട് നീറ്റായിട്ട് സ്വന്തം കാര്യം നോക്കി അങ്ങ് പോകായിരുന്നു. ഞാനത് ചെയ്തില്ല. പകരം ബൈബിൾ കഥയിലെ ആ നല്ല സമരിയാക്കാരനെ പോലെ എടുത്ത് കാറിലിട്ട് വീട്ടിലെത്തിച്ചു. കാരണം ഈ പഴി കേൾക്കണമല്ലോ, അതാണല്ലോ എൻ്റെ ഒരു വിധി. നനയാതെ ഈറും ചുമക്കുക. മാഡം ഒരു സാധാരണ സ്ത്രീ അല്ലല്ലോ, ഒരു എഴുത്തുകാരിയല്ലേ. അപ്പൊ ഇങ്ങനെ ഏകപക്ഷീയമായി മാത്രം കാര്യങ്ങളെ കാണാൻ പാടുണ്ടോ ഒരു വെറും സ്ത്രീയെ പോലെ? സത്യം എത്രയോ ദൂരെയാണ്. ഞാനിപ്പോ സാറിനെ കണ്ടെത്തി കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ സ്ഥിതി എന്താണ്? ആളുടെ കണ്ടീഷൻ കണ്ടല്ലോ, ഫുൾ ഫിറ്റാ. ഈ കണ്ടീഷനിൽ ബാറിന് പുറത്തോ കിടന്ന എന്താ സംഭവിക്കാന്ന് ഊഹിക്കാലോ. വാച്ച്, മോതിരം, മാല, കീശയിൽ നിറഞ്ഞ പേഴ്സ്, സർവ്വ സാമഗ്രികളും ഉണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ പകലുകൾ പോലും ഇപ്പൊ റിസ്കി ആയിരിക്കുന്നു. രാത്രിയുടെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. എന്തായിരിക്കും സംഭവിക്കുക? ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എന്നാൽ ഞാൻ ചിന്തിച്ചു. അതുകൊണ്ടാണ് ഈ റിസ്ക് ഞാൻ ഏറ്റെടുത്തത്. ഇതൊരു റിസ്ക് തന്നെയാണല്ലോ. തെറ്റൊന്നും ചെയ്യാതെ സംശയിക്കപ്പെടുക വളരെ ചാരിതാർത്ഥ്യജനകമായ സംഗതിയാ. ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. മേഡത്തിനെ ഞാൻ കുറ്റം പറയുന്നില്ല. കാരണം എന്നെയും മദ്യം മണക്കുന്നുണ്ട്, ന്യായമായും സംശയിക്കാം. പക്ഷേ ഞാനൊരു മദ്യവിരോധിയാണെന്നൊന്നും പറഞ്ഞില്ലല്ലോ. വല്ലപ്പോഴൊക്കെ ഞാൻ കഴിക്കാറുണ്ട്. അതുകൊണ്ടാണല്ലോ സാറിനെ വല്ലാത്ത കണ്ടീഷനിൽ കണ്ടെത്താനും സേഫായി ഇവിടെ എത്തിക്കാനും പറ്റിയത്. ഞാൻ മേഡത്തിന്റെ ഫാദറിനെ പോലൊരു ബാർ വിരോധിയായിരുന്നെങ്കിൽ ബാറിനകത്ത് ബൂസായി കിടക്കുന്ന ഇദ്ദേഹത്തെ എങ്ങനെ കണ്ടെത്താൻ പറ്റും? സിമ്പിൾ ലോജിക്കാ. മേഡം ഒന്ന് ആലോചിച്ചു. എന്നിട്ടാ എന്റെ മുഖത്ത് നോക്കി ചോദിച്ചത് ഇതാണോ സഹായം? സോറി വിശാൽ, എന്റെ വിഷമം കൊണ്ട് ഒന്നും ഓർക്കാതെ ചോദിച്ചു പോയതാണ്. എനിക്കറിയാം മാഡം, ജീവിതം പാളം തെറ്റി ഓടാൻ തുടങ്ങുമ്പോ ഏതൊരു ഭാര്യ ഇങ്ങനെ ചോദിച്ചു. മദ്യത്തോട് യാതൊരു താല്പര്യമില്ലാത്ത പ്രസാദ് സാർ മദ്യപിച്ചു തുടങ്ങുക, ആ മദ്യപാനം ഓവറാവുക, ബാറിലും വഴിയോരത്തും ബോധമില്ലാതെ വീണ് കിടക്കുക. ഇതൊക്കെ എത്രമാത്രം ഷോക്കിംഗ് ആണെന്ന് എനിക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നതേ ഇന്ന് ഇത്ര ഓവറായി കഴിക്കാൻ കാരണം സാറിന്റെ ജോലി പോയതാന്നാ. ജോലി പോയെന്നോ? വിശാൽ എന്താ പറഞ്ഞത്? അപ്പൊ മേഡം അറിഞ്ഞില്ലേ? ഞാൻ അറിഞ്ഞത് പ്രസാദ് സാറിനെ പറഞ്ഞിട്ടാ. കാറിൽ എന്നെ തോളിച്ചാരി കിടന്നോണ്ട് പറഞ്ഞ ഭയങ്കര ഫീലിങ്ങോടെ എന്റെ ജോലി പോയെന്ന്. എങ്ങനെ പോയി, എപ്പോ പോയി, ഇതൊന്നും മനസ്സിലായില്ല. പക്ഷെ ഇന്ന് രാവിലെ ഓഫീസിലേക്കാണല്ലോ പോയത്. എങ്കിൽ ഇന്നായിരിക്കും അത് സംഭവിച്ചത്. എന്തായാലും എന്തോ ഒരു ഹെവി ലോഡ് ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ ഒരു മനുഷ്യനും ഇങ്ങനെ നിലവിട്ട് മദ്യവെക്കില്ലല്ലോ. ജോലി പോയിട്ടുണ്ടെങ്കിൽ അതിനെന്താവും മേഡം കാരണം? മദ്യപാനാവൂ? പ്രൈവറ്റ് ഫേമൊക്കെ ആവുമ്പോൾ അവർക്ക് അച്ചടക്കം വളരെ പ്രധാനമാണല്ലോ, അല്ലേ? പക്ഷേ സാറ് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥനായിരുന്നില്ലേ? പുക വലിക്കുന്ന പോലും കണ്ടിട്ടില്ല. അങ്ങനെ ഒരാൾ വെള്ളമടി തുടങ്ങാന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു കാരണം വേണ്ടേ? ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു പ്രൊവക്കേഷൻ, അങ്ങനെ എന്തെങ്കിലും ഉള്ളതായി മേഡത്തിന് അറിയൂ?
ഈ ചോദ്യം ലേശം ദുർസ്വതന്ത്രം എടുക്കല. പക്ഷെ നിങ്ങൾ രണ്ടുപേരും എനിക്ക് വേണ്ടപ്പെട്ടവരാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ചോദിച്ചു വന്ന. എനി റീസൺ? ഇത്രമാത്രം ജീവിത നൈരാശ്യം തോന്നാൻ? വേണ്ട വേണ്ട മാഡം, ഞാൻ ഈ ചോദ്യം ചോദിക്കാൻ പാടില്ലായിരുന്നു. അത്ര കണ്ട് അപ്സെറ്റാ മാഡം. മുഴുകുടിയനായി മാറിക്കൊണ്ടിരിക്കുന്ന ഭർത്താവ് തന്നെ ഒരു ടോർച്ചറാ. അതിൻ്റെ കൂടെ എന്റെ ഇമാതിരി ഔചിത്യമില്ലാത്ത ചോദ്യങ്ങൾ കൂടിയാവുമ്പോ സോറി മാഡം. സാറിനെ അകത്ത് ബെഡിൽ കൊണ്ട് കിടത്തുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. ഇവിടെ ഇങ്ങനെ കയറി വരുന്ന മുറി തന്നെ, അതും ഇങ്ങനെ ഒരു പോസിൽ കിടന്ന ആരെങ്കിലും കണ്ട സ്വല്പം ക്ഷീണ. ഞാൻ കൊണ്ടുപോയി കിടത്തണോ? വേണ്ട വിശൽ, ഞാൻ ആയിക്കോളാം. ഓക്കെ, എന്നാ ഞാനങ്ങോട്ട്. പിന്നെ മാഡം, ഒരു പ്രധാന കാര്യം, സാറിൻ്റെ ഈ ഒരു ശീലം ഒരിക്കലും ശങ്കർജി സാർ അറിയാനിടയാകാതെ നോക്കണം. കാരണം മദ്യത്തിനും മദ്യപാനത്തിനുമെതിരെ ഫാദർ ഇൻ ലോ സ്റ്റേജിൽ പ്രസംഗിക്കുമ്പോൾ സണ്ണിലോ ബാറിന് പുറത്ത് അടിച്ച് ഫിറ്റായി കിടക്കാന്നൊക്കെ പറഞ്ഞ ശങ്കർജി സാർ അതറിഞ്ഞ എന്തൊരു ദുഃഖവും സാറിന്. ആൾക്കാരുടെ ചോദ്യങ്ങളെ സാർ എങ്ങനെ ഫേസ് ചെയ്യും? ഓ, വല്ലാത്തൊരു സിറ്റുവേഷൻ. ഞാൻ ഇറങ്ങുന്നു മാഡം. Go to hell. You stupid. കുഞ്ഞിനെന്താ സുഖമില്ലേ? മുഖം നീര് വന്ന പോലുണ്ടല്ലോ. അത് ഇന്നലെ ഉറങ്ങിയപ്പോ കുറച്ച് വൈകി. അപ്പൊ ഇന്നലെ സാറ് വന്നപ്പോ താമസിച്ചു അല്ലേ? ആ, കുറച്ച്. ഇന്നലെയും കുടിച്ചിട്ടുണ്ടായിരുന്നു കാണുമല്ലേ? ഏയ്, ഇന്നലെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിലും പ്രസാദേട്ടൻ അങ്ങനെ പതിവായി കുടിക്കാറില്ല, വല്ലപ്പോഴും. എന്റെ കുഞ്ഞെ, അമ്മണിയോടാണോ ഇങ്ങനെ കള്ളം പറയുന്നേ? വർഷം എത്രയായി ഈ അമ്മണി ഇവിടെ ജോലിക്ക് നിൽക്കാൻ തുടങ്ങിയിട്ട്? അന്നത്തെ സാറിനെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇന്നത്തെ സാറിനെ കാണുന്നുമുണ്ട്. അതിന്റെ വ്യത്യാസം ഈ അമ്മണിക്ക് അറിയാം. ആണുങ്ങൾ ആർത്തി പിടിച്ച് അകത്താക്കുന്ന ഈ വിഷത്തിന്റെ ദോഷങ്ങളും അമ്മണിക്ക് നല്ലോണം അറിയാം. കാരണം എന്താ? എന്റെ വീട്ടിലുണ്ട് ഒരാള്, പിള്ളേരുടെ അച്ഛൻ. ഈ വിഷം അങ്ങേർക്ക് മരുന്നാ, അറിയാമോ? ആ, അങ്ങേരുടെ കാര്യം പോട്ടെ, അത് നേരെയാകത്തില്ല. അതുപോലാണോ ഇവിടുത്തെ സാറിന്റെ കാര്യം? എന്ത് തങ്കപ്പെട്ട സ്വഭാവമായിരുന്നു, ഇപ്പോഴെങ്ങനെയായി? ആരുടെയൊക്കെയോ കണ്ണാ കുഞ്ഞെ, അല്ലാതെ ഇങ്ങനെ എടുത്തു മറിച്ചതുപോലെ ഒരു മാറ്റം ഉണ്ടാവുമോ? കലികാലവാ, അതിന്റെ ലക്ഷണങ്ങളായി ഈ കാണുന്നതൊക്കെ. സാരമില്ല അമ്മണി. അങ്ങനെ പറയല്ലേ കുഞ്ഞെ, സാരമുണ്ട്. അത്രയ്ക്ക് അപകടം പിടിച്ചതാ ഈ കള്ളുകുടി. അത് കുടുംബം തൊലയ്ക്കും. ഇവിടുത്തെ സാറിന് കുടിയൻ എന്നൊരു പേര് കെട്ടിക്കഴിഞ്ഞാ പിന്നെ അത് ആന പിടിച്ചാലും മാറുമോ കുഞ്ഞെ? ആ സ്ഥിതിയിലേക്കൊന്നും പ്രസാദേട്ടൻ പോവില്ല അമ്മണി. തോന്നലാ കുഞ്ഞെ, എനിക്കും ആദ്യമൊക്കെ ഇങ്ങനെ തോന്നിയിരുന്നു. ഇപ്പൊ ഒരു തോന്നലുമില്ല. ആകെ മുങ്ങിയ പിന്നെ എന്തോന്ന് കുളിര്. പക്ഷേ കുഞ്ഞിന്റെ കാര്യം അങ്ങനല്ല. ശ്രദ്ധിക്കണം, ഉപദേശിച്ച് മാറ്റാൻ നോക്കണം. ഈ വിഷവെള്ളത്തിന്റെ രുചി പറ്റിപ്പോയാ പിന്നെ വലിയ ബുദ്ധിമുട്ടാ കുഞ്ഞെ അതിന് തിരികെ കൊണ്ടുവരാൻ. എന്നാലും നമ്മൾ പരിശ്രമിക്കണം. പിടി വിട്ടുപോയാ പോയതാ. ഇപ്പൊ തന്നെ ഈ വീട്ടിലെ കാര്യങ്ങള്
പുറത്തുള്ളവർ പൂച്ചം പറയാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് കരുതി അമ്മണി ആരോടും ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. വീട്ടുകാരോട് പോലും പറഞ്ഞിട്ടില്ല, പറയുകയില്ല. സാറിന്റെ അമ്മ ഇവിടുന്ന് പോയതാ സാറിന്റെ സ്വഭാവം ഇങ്ങനെ അങ്ങ് മാറാൻ കാരണം. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ കുടിച്ചോണ്ട് കയറി വരാൻ ധൈര്യം കാണിക്കത്തില്ലായിരുന്നു. അമ്മയുടെ നേരെ എത്രയൊക്കെ ചൂടായാലും ഒടുവിൽ അമ്മ പറയുന്നതിനും തന്നെ ജയിക്കുമായിരുന്നു. മുറുമുറുത്തോണ്ടാണെങ്കിലും അമ്മ പറയുന്നത് സാറ് സമ്മതിച്ചു കൊടുക്കുമായിരുന്നു. ഇപ്പൊ പിന്നെ ആരെ അനുസരിക്കണ്ടല്ലോ. ഇതിങ്ങനെ വിട്ടാ ശരിയാകത്തില്ല കുഞ്ഞെ. ഞാൻ എന്ത് ചെയ്യണമെന്ന് അമ്മണി പറയുന്നത്? അമ്മയെ വിളിച്ചോണ്ട് വരണം. കുഞ്ഞ് സമ്മതിച്ച അമ്മണി ഇപ്പതാ ഈ നിമിഷം പോയി വിളിച്ചോണ്ട് വരാം. ഇവിടുത്തെ കാര്യങ്ങൾ മുഴുവനും വിസ്തരിച്ചു പറയാം. അമ്മ ഓടി വരും. അമ്മണി പോട്ടെ. വേണ്ട അമ്മണി. അമ്മ വല്ലാത്ത ധർമ്മസങ്കടത്തില ഇവിടെ കഴിഞ്ഞിരുന്നത്. ഒരുപാട് വിഷമങ്ങളും കൊണ്ട് ഇവിടെ നിറങ്ങിപ്പോയത്. ആ വിഷമത്തിന്റെ കാരണങ്ങൾ ഇവിടെ ഇപ്പോഴും ഉണ്ട്. വീണ്ടും അമ്മയെ വിഷമിപ്പിക്കാൻ പാടില്ല. അവിടെ രമേശ് ചേട്ടന്റെ വീട്ടിൽ അമ്മയ്ക്ക് അല്പമെങ്കിലും ആശ്വാസം കിട്ടുമെങ്കിൽ കിട്ടിക്കോട്ടെ. പക്ഷേ ഇവിടെ കുഞ്ഞൊറ്റയ്ക്ക് ഈ സങ്കടം അത്രയും സഹിച്ചുകൊണ്ട്. സാരമില്ല. എന്നേക്കാൾ ദുഃഖിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ടാവും. അവരെയൊക്കെ തട്ടിച്ചു നോക്കുമ്പോ എനിക്കെന്താ അത്ര വലിയ ദുഃഖം? സത്യത്തിൽ എനിക്ക് ദുഃഖമേ ഇല്ലെന്ന് പറയാം. പറഞ്ഞൂടെ? വേഗം പോയി ചായ എടുത്തിട്ട് വാ. പ്രസാദേട്ടന് ഉണന്ന് കാണുമോ എന്തോ. പ്രസാദേട്ടാ, 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 ചായ. മനുഷ്യനൊന്നും ഉറങ്ങാനും സമ്മതിക്കില്ല. ചായ കുടിച്ചിട്ട് കിടന്നോളൂ. ഓ, വലിയ സൗജന്യാണല്ലോ. ഇന്ന് ഓഫീസിൽ പോണ്ടേ? എന്താ? ഒന്നുമില്ല. പിന്നെ ഈ നിരീക്ഷണം? എങ്ങോട്ടോ പോവാനുള്ള ഭാവമാണെന്ന് തോന്നി, അതുകൊണ്ട് നോക്കി നിന്നതാ. എങ്ങോട്ടോ അല്ല, ഓഫീസിലേക്കാ. ഓഫീസിലേക്കോ? ഏത് ഓഫീസിലേക്ക്? ചോദ്യം മനസ്സിലായില്ല. ഓഫീസിലേക്കാ പോകുന്നതെന്ന് പറഞ്ഞത് എനിക്കും മനസ്സിലായില്ല. മനഃപൂർവ്വം ഒരു ക്ലാഷ് ഉണ്ടാക്കാൻ വേണ്ടി പുറപ്പെട്ടിരിക്കാൻ തോന്നുന്നല്ലോ. പ്രസാദേട്ടൻ ഏത് ഓഫീസിലേക്കാ പോകുന്നതെന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാ ചോദിച്ചത്. എനിക്ക് ഒരു ഓഫീസേ ഉള്ളൂ, ശിവ കൺസ്ട്രക്ഷൻസ്. ഞാൻ അവിടുത്തെ എഞ്ചിനീയറാ. മാഡത്തിന് ഇപ്പൊ മനസ്സിലായി കാണുന്നു കരുതുന്നു. പ്രസാദേട്ടാ, പ്രസാദേട്ടന് ഒരു ഓഫീസ് ഉണ്ടെന്നും അവിടുത്തെ എഞ്ചിനീയർ ആണെന്നും എനിക്കറിയാം. പക്ഷെ ഇതോ? പ്രസാദേട്ടനെ ശിവ കൺസ്ട്രക്ഷൻസിൽ നിന്ന് പിരിച്ചു വിട്ടുകൊണ്ടുള്ള ഉത്തരവല്ലേ ഇത്? പിരിച്ചുവിട്ട കമ്പനിയിൽ വീണ്ടും ജോയിൻ ചെയ്യാൻ പ്രൊവിഷൻ ഉണ്ടോ? ഇല്ലെന്നാണ് എന്റെ അറിവ്. മറ്റുള്ളവരുടെ പോക്കറ്റിൽ കിടക്കുന്ന കത്ത് മോഷ്ടിച്ചെടുത്ത് വായിക്കുന്ന വൃത്തികെട്ട സ്വഭാവം തനിക്ക് എവിടുന്ന് കിട്ടി? എവിടുന്ന് കിട്ടിയെന്ന്? ഒരു കത്തും ആരുടെ പോക്കറ്റിൽ നിന്ന് ഞാൻ മോഷ്ടിച്ചിട്ടില്ല. ഇത് താഴെ കിടന്നതാ. കണ്ടപ്പോ എടുത്തു വായിച്ചു നോക്കി. നന്നായിരിക്കുന്നു.
എന്റെ പോക്കറ്റിൽ കിടക്കുന്ന കത്ത് കാർട്ടൂൺ ഫിലിമിനെ പോലെ താനെ പുറത്തേക്ക് ചാടുക. ഞാനത് വിശ്വസിക്കണല്ലേ? കത്തല്ല, ആള് തന്നെ ഒരു കാർട്ടൂൺ കഥാപാത്രമായിട്ടാ ഇന്നലെ ഇവിടെ എത്തിയത്. ഓർമ്മയുണ്ടാവില്ല, അത്ര നല്ല അവസ്ഥയിലായിരുന്നല്ലോ. എങ്ങനെയാ പ്രസാദേട്ടൻ ഇന്നലെ വീട്ടിലെത്തിയതെന്ന് അറിയാമോ? ആ വിശാലിന്റെ സഹായം കൊണ്ട്. വിശാലിന്റെ ചുമലിൽ തൂങ്ങി ഒരല്പം പോലും ബോധമില്ലാതെ. ആ അവസ്ഥയിൽ പോക്കറ്റിലെ കത്ത് കാർട്ടൂൺ ഫിലിമിലെ പോലെ താഴെ വീണാൽ അത്ഭുതമുണ്ടോ? വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? എന്നെ തോൽപ്പിച്ചു എന്ന് തോന്നുന്നുണ്ടാവും. ഇത് തോൽവിയുടെ ജയത്തിന്റെ ഒന്നും പ്രശ്നമല്ല. പ്രസാദേട്ടന്റെ ജോലി പോയിരിക്കുന്നു. എങ്ങനെ എങ്ങനെ ജോലി പോയി? ഐ ഡോണ്ട് നോ. തനിക്കറിയണേ പോയി അന്വേഷിക്കേ. മുമ്പും താനടക്കം പലരും എന്നെ നന്നാക്കാനായി അവിടെ കയറി ഇറങ്ങിയിട്ടുണ്ടല്ലോ. ചെന്ന് ചോദിക്കേ, എല്ലാ ഡീറ്റെയിൽസ് സപ്ലൈ തരാൻ കുറെ റാസ്കൽസ് അവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ടല്ലോ. പോയി അന്വേഷിക്കേ. എന്തിനാ പ്രസാദേട്ടാ ആരെ തോൽപ്പിക്കാനാ ഇങ്ങനെയൊക്കെ? മാന്യമായ ജോലി, സമൂഹത്തിലെ പൊസിഷൻ, സൽപ്പേര് ഓരോന്നോരോന്നാ ഇങ്ങനെ നഷ്ടപ്പെടുത്തിയിട്ട് എന്ത് ലാഭമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്? ഇത്ര വലിയൊരു ദുരന്തം ഉണ്ടായിട്ടും പ്രസാദേട്ടന് യാതൊരു മാറ്റവും ഇല്ലേ? ഐ ഡോണ്ട് കെയർ. അതെ, എനിക്ക് ജോലി ഉണ്ടല്ലോ. കിട്ടുന്ന ശമ്പളം അത്രയും കൃത്യമായിട്ട് ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കുന്നുണ്ടല്ലോ. പിന്നെന്തിനു കെയർ ചെയ്യണം? ഷട്ട് യുവർ ബ്ലഡി മൗത്ത്.